അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുത്തേക്കുമെന്ന സൂചന. വിഷ്ണു തലവൂരുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിഷ്ണു, പല കോണിൽ നിന്നും ഈ സോണിയാഗാന്ധി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ പാർട്ടിക്കുള്ളിൽ തന്നെ സമ്മർദ്ദമുണ്ടെന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സോണിയാഗാന്ധി പങ്കെടുക്കാൻ തന്നെയാണോ തീരുമാനം? കീർത്തി, നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചുകൊണ്ട് സോണിയാഗാന്ധി അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കോൺഗ്രസിന്റെ നിലപാടിൽ വലിയ തലത്തിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും കോൺഗ്രസിന് ആശയപരമായി ഒരു നിലപാട് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിന്റെ കാര്യത്തിൽ കൈക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സോണിയാഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കും എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുള്ള ക്ഷണം എന്ന നിലയിലായിരിക്കും സോണിയാഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് ദിഗ്വിജയ് സിംഗ്, കമൽനാഥ് അടക്കമുള്ള ഭൂരിഭാഗം നേതാക്കളും ഇത്തരത്തിൽ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ, അതായത് കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കളും അയോധ്യ ചടങ്ങിനെ അനുകൂലിക്കുന്ന സാഹചര്യത്തിലാണ് സോണിയാഗാന്ധിയും ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് പുറത്തുവരുന്ന വിവരം. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി കൂടിയാണ് ഈ അയോധ്യ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. കാരണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എന്തു പറഞ്ഞ് ഈ കാര്യത്തെ ന്യായീകരിക്കുമെന്നതിൽ കോൺഗ്രസിന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെയാണ് പരസ്യ പ്രതികരണങ്ങൾ ഹൈക്കമാൻഡ് വിലക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്ന് മാത്രമാണ് നേതാക്കൾ ഇപ്പോൾ ഒരു പ്രതികരണം നടത്തുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിയിലടക്കം വലിയ തോതിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം BJP കൃത്യമായിട്ടൊരു രാഷ്ട്രീയ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അയോധ്യ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു കാര്യത്തിലേക്ക് BJPക്കൊപ്പം നിൽക്കേണ്ട എന്നതാണ് CPIM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രതിപക്ഷ പാർട്ടികൾ ശിവസേന ഉൾപ്പെടെ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ചോദ്യങ്ങൾ ആയിരിക്കും ഇന്ത്യ മുന്നണി യോഗത്തിൽ കോൺഗ്രസിനെതിരെ ഉയർന്നു വരിക. ശരി, വിഷ്ണുവാണ് ആ വിവരങ്ങൾ നൽകിയത്.